പാലായിലൊരു ഇഷ്ടികളം നടത്തുന്ന ഒരു നല്ലൊരു മനുഷ്യനുണ്ട്. അദ്ദേഹം അതിൽ നിന്ന് ധാരാളം പണം സമ്പാദിച്ചു. മറ്റൊരാൾക്കും അസൂയ തോന്നിയിട്ട് അവിടെയെല്ലാം എലിയുടെ രോമങ്ങൾ, ഒരു എലിയെ കൊന്ന് അതിൻ്റെ തൊലി എടുത്ത് പന്ത് പോലെയാക്കുക. അതിൻ്റെ രോമമുള്ള ഭാഗം അകത്തേക്കും രോമമില്ലാത്ത ഭാഗം പുറത്തേക്കും വരാവുന്ന വിധത്തിൽ അങ്ങനെ എല്ലാ ദിവസവും അവരുടെ ഇഷ്ടികകളത്തിൽ 100 കണക്കിന് എലികളുടെ ഈ തൊലികൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അദ്ദേഹം അതെല്ലാം കൂടി ഇങ്ങനെ വാരി കൂട്ടി കൊണ്ടുവന്ന് കത്തിക്കും. അതൊരിക്കലും തീരുന്നില്ല. എല്ലാ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇഷ്ടികകളും 0 ലെവലിലെത്തി. അങ്ങനെ ഇരിക്കുക അവരെന്നെ കാണാനായിട്ട് വന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അവരുടെ ശരീരത്തിൽ നിന്ന് രോമങ്ങളെല്ലാം കൊഴിഞ്ഞു. ആ വീട്ടിലുള്ള എല്ലാവരുടെയും രോമങ്ങൾ ഒന്നുപോലും തലയിലോ ദേഹത്തോ ഇല്ലാത്തതുകൊണ്ടും പൂർണ്ണമായിട്ടും രോമങ്ങളെല്ലാം നശിച്ചു. അലോപ്പാസിയ വന്ന ആളുകളെ പോലെ അവർ കംപ്ലീറ്റായിട്ട് രോമങ്ങളെല്ലാം പോയി. പുരിയം വരെ പൊഴിഞ്ഞു പോയി എല്ലാവരുടെയും. പക്ഷേ ഈ ഓബ്ജക്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ നമ്മൾ ആ സ്ഥലത്ത് പോകാനായിട്ട് എനിക്ക് സാധിച്ചില്ല. പക്ഷേ ഞാൻ എൻ്റെ ആശ്രമത്തിലിരുന്നു കൊണ്ട് അതിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് ശാസിച്ച് നിർവീര്യമാക്കി നാളെ മുതൽ അവിടെ ഈ എലിയുടെ തുകലോ അല്ലെങ്കിൽ രോമങ്ങളോ ഒന്നും കാണാൻ പാടില്ല. അങ്ങനെ നമ്മളൊരു കൽപ്പന കൊടുത്ത് പ്രാർത്ഥിച്ച് അവർ പറഞ്ഞിരിക്കുന്ന പ്ലാനുകളനുസരിച്ച് ഞാനത് മനസ്സിൽ കണ്ടു. അവരുടെ ഇഷ്ടികളും ആശീർവദിച്ചു. ഉപ്പും ജലവും ആശീർവദിച്ചു കൊടുത്തു. അവരതുകൊണ്ട് തളിച്ചു. പിന്നെ അത് പിറ്റേ ദിവസം മുതൽ അവരുടെ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. ഈ എലികളുടെ രോമങ്ങളോ അല്ലെങ്കിൽ തൊലികളോ ഒന്നും കാണാൻ സാധിച്ചില്ല. അതിൻ്റെ 1 മാസം കൊണ്ട് അവരുടെ രോമ വളർച്ചയെല്ലാം ശരീരത്തിൽ രൂപപ്പെട്ടു. പഴയതുപോലെ ബിസിനസ് രൂപപ്പെട്ടു വന്നു. അപ്പോൾ ഇങ്ങനെ ഓബ്ജക്ട്സുകൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെടാം. അത് പിശാചുകൾ കൊണ്ടുവരുന്നതായിരിക്കാം, അതല്ലെങ്കിൽ ആരും കൊണ്ട് വയ്ക്കുന്നതാകാം. അത് എന്തു തന്നെയായിരുന്നാലും ഒരു എക്സോർസിസ്റ്റിന് അതിനെ നിർവീര്യമാക്കാനുള്ള കഴിവുണ്ട്. ഇത്തരത്തിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഭവനത്തിൻ്റെ ആയാലും മറ്റേ നമ്മൾ വീടുകളെല്ലാം വെക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ വർഷത്തിൽ ഒരിക്കലൊക്കെ വികാരിച്ചമാരെ വന്ന് വെഞ്ചിരിക്കുന്നതാണ്, പ്രാർത്ഥിച്ച് വന്ന് വെഞ്ചിരിക്കുന്നതാണ്. ഒരു പക്ഷേ നമ്മുടെ ശത്രുക്കൾ ഇത്തരത്തിലൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു വൈദികൻ്റെ ആശീർവാദത്തോടെ അല്ലെങ്കിൽ ഒരു വെഞ്ചിരിപ്പിലൂടെ ഇത്തരത്തിലുള്ള ആത്മാക്കൾ പോകേണ്ടതല്ലേ? സാധാരണ ഒരു വെഞ്ചരിപ്പിലൂടെ അത് പോകുന്നില്ല. സഭ നമ്മളെ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്നത് കോമ്പൻഡിയം ഓഫ് ദ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 160-ാമത്തേത്. ഇതൊരു കാരിസമാണ്. കാരിസം എല്ലാവർക്കും കിട്ടുന്നില്ല. ഗിഫ്റ്റ് എല്ലാ വൈദികർക്കും എല്ലാ മനുഷ്യർക്കും പരിശുദ്ധാത്മാവ് കൊടുക്കാം. ദാനങ്ങൾ എല്ലാവർക്കും ഉണ്ട്, വരങ്ങൾ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. പിശാചിനെ ബഹിഷ്കരിക്കാനുള്ളത് ഒരു വരമാണ്. 9 വരങ്ങളിൽ ഒന്നാണ് ഡിസേൺമെൻറ്റ്. ഡിസേൺമെൻറ്റിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള വരം ചിലർക്ക് കൊടുക്കുന്നു. ഈ വരം സഭ പഠിപ്പിക്കുന്ന എല്ലാവർക്കും ഇല്ല. ആത്മാവിൻ്റെ 9 വരങ്ങൾ എല്ലാവർക്കും ഇല്ല. മാമോദിസായിലൂടെ അത് കിട്ടുന്നില്ല. പക്ഷേ ദൈവം അവർക്ക് ചിലർക്ക് ഇങ്ങനെയുള്ള സിദ്ധികൾ നൽകുന്നു. ഇതാണ് സഭ പഠിപ്പിക്കുന്ന 160-ാമത്തെ ഖണ്ഡികയിൽ. ചിലർക്ക് ഈ സിദ്ധികൾ കിട്ടുന്നു. അങ്ങനെ ഒരു സിദ്ധി കിട്ടിയ അല്ലെങ്കിൽ ഒരു അനുഗ്രഹം കിട്ടിയ ഒരു വൈദികനല്ലാതെ ഇത് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ വൈദികനും അത് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു ബിഷപ്പ്, ഒരു മെത്രാൻ അദ്ദേഹത്തെ അധികാരപ്പെടുത്തണം. അച്ഛനെ എൻ്റെ രൂപതയിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളോ പൈശാചിക പ്രവർത്തികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നിർവീര്യമാക്കാനുള്ള ഞാൻ അച്ഛനെ നിയമിച്ചാക്കുന്നു. അപ്പോഴാണ് ഈ കൃപ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത്. ബാംഗ്ലൂരിൽ ഞാനിപ്പോൾ ഏകദേശം 7 വർഷമായിട്ട് ഒഫീഷ്യൽ എക്സോർസിസ്റ്റായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ബിഷപ്പ് എന്നോട് ആവശ്യപ്പെട്ടു, ഇവിടെയുള്ള ഈ രൂപതയിലുള്ള എല്ലാ ദുരാത്മാക്കളുടെ മേലും അച്ഛൻ അധികാരം ഉപയോഗിച്ച് ഈ വീടുകളെയും വ്യക്തികളെയും ഒക്കെ സ്വതന്ത്രമാക്കാനുള്ള കൃപ തന്നിരിക്കുന്നു. ഈ CIC കാനൻ ലോ 1172-ാമത്തെ ഖണ്ഡികയിൽ സഭയുടെ നിയമാവലി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. കാനൻ ലോയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വൈദികന് മാത്രമേ എക്സോർസിസ്റ്റ് ആകാൻ പറ്റുകയുള്ളൂ. അതും ഒരു ബിഷപ്പിൻ്റെ അനുവാദത്തോടു കൂടി മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് നിശ്ചയിച്ച് കൊടുക്കുന്ന കാലയളവിൽ മാത്രമേ ഉപയോഗിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഒരു സ്ഥലത്ത് കിട്ടുന്ന പെർമിഷൻ എല്ലായിടത്തും ഉപയോഗിക്കാം. ആ പ്രത്യേക സ്ഥലത്ത് അതിന് മുടക്ക് ഒന്നും ഇല്ലെങ്കിൽ ലോകവ്യാപകമായിട്ട് ഈ കൃപ ഉപയോഗിക്കാം.